എല്ലാവർക്കും എയർജോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ സിനിമ തിയേറ്ററിൽ വലിയ രീതിയിലുള്ള ചലനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ കൂടി സോഷ്യൽ മീഡിയയെ നല്ല രീതിയിൽ കുലുക്കുന്നുണ്ട്. സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള റിവ്യൂസും കാര്യങ്ങളും. സിനിമ ആദ്യമേ കാണാൻ പോയ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, ഫാൻ ഷോ ഒക്കെ കാണാൻ പോയവർക്ക്. അതേ കണക്ക് ആദ്യം കണ്ടവർ പിന്നെയും പോയി കണ്ടിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ചിലരൊക്കെ. അതേ കണക്ക് ഇപ്പോൾ പോയിട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അതേ കണക്ക് നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ട് പോയിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ പല ആൾക്കാരും പല രീതിയിലുള്ള റിവ്യൂസ് ആണ് ഇപ്പോഴും മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ചകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. OTT റിലീസിന് ശേഷം ഒരുപാട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മലയാളത്തിന്റെ സ്റ്റാർ റിവ്യൂവർ അശ്വൻ കൊക്കിനെ കുറിച്ചിട്ടുള്ളതാണ്. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ റിവ്യൂ കാണാനായിട്ട് ഇടയായി. അപ്പോൾ ആ ഒരു റിവ്യൂ കണ്ടപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അപ്പം അതിനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇങ്ങനെയാണ് ആ ഒരു റിവ്യൂ വീഡിയോ തുടങ്ങുന്നത്. മിമിക്രിയാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്തോ. ലാലേട്ടന്റെ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം ആ ഒരു റിവ്യൂ ചെയ്യാനായിട്ട് വന്നത്. എന്തായാലും അദ്ദേഹം ഇങ്ങനെ മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. പല പൂർവ്വ സിനിമകളിലെ ക്യാരക്ടേഴ്സൊക്കെയാണ് അദ്ദേഹം ഇതേപോലത്തെ ഉള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ ഒരു സിനിമയെ കുറിച്ച് വന്നപ്പോഴത്തേക്കും ഈ ഒരു റിവ്യൂ തുടക്കം തന്നെ എനിക്ക് വലിയ രീതിയിലുള്ള ഒരു ഇറിറ്റേഷൻ എന്ന് തന്നെ പറയണം. എനിക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഇറിറ്റേഷനാണ് തോന്നിയത്. കാരണം അദ്ദേഹത്തിന്റെ തോള് ചഴിച്ചുള്ള ലാലേട്ടൻ കള്ളു കുടിച്ച പോലത്തെ ഉള്ള ആ ഒരു സ്ലാങ്ങും പിന്നെ ഈ ഒരു വേഷം കൂടെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഇറിറ്റേഷനാണ് ഉണ്ടായത്. കാരണം ഈ ഒരു ക്യാരക്ടർ ഈ രീതിയിൽ കളിയാക്കപ്പെടേണ്ട ഒരു ക്യാരക്ടർ അല്ല. തീർത്തും പറയാം, ഈ ഒരു രീതിയിൽ കളിയാക്കപ്പെടേണ്ട ക്യാരക്ടർ അല്ല. എല്ലാവരും പാടിപ്പുകഴ്ത്തിയ ലൂസിഫറിനെ കാട്ടിയും നേരിനെ കാട്ടിയും ഒക്കെ നല്ല രീതിയിൽ ലാലേട്ടന്റെ പഴയ ആ ഒരു ആക്ടിങ്ങിലെ ഈസിനെസ് തിരിച്ചു കൊണ്ടുവന്ന ഒരു ക്യാരക്ടറാണ് മലൈക്കോട്ടെ വാലിബൻ. ഓക്കെ, ആ ഒരു ക്യാരക്ടറിനെ ഇതേ കണക്ക് കോപ്രായം കാണിച്ച് നശിപ്പിക്കുന്നത് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ചാനലിൽ ഇടാനും അതിന് പൈസ കൈപ്പറ്റാനും എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതിനൊക്കെ കുറച്ച് മര്യാദ വേണ്ടടേ. അവര് ഒരു വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമയെ കുറിച്ചിട്ടാണ് നമ്മൾ ഒരു അഭിപ്രായം പറയുന്നത്. തീർച്ചയായിട്ടും അഭിപ്രായം പറയേണ്ടെന്നല്ല, ഞാനും അഭിപ്രായം സിനിമയെ കുറിച്ചിട്ടുള്ള നല്ലതാണോ ചീത്തയാണോ എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് ഞാനും. പക്ഷേ അതിനൊക്കെ കുറച്ച് മര്യാദ വേണ്ടേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ഒരു വർഷമായിട്ട് ലാലേട്ടൻ എന്ന നടൻ, മോഹൻലാൽ എന്ന നടൻ കഷ്ടപ്പെട്ട് അഭിനയിച്ച് ഒരു വർഷത്തോളം എടുത്ത് അഭിനയിച്ച ആ ഒരു ക്യാരക്ടറാണ് മലൈക്കോട്ടെ വാലിബൻ. അതിനകത്ത് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിൽ പോട്ടെ, പക്ഷെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടർ വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സിനിമ റിവ്യൂ ചെയ്യപ്പെടണം, അതിനെ വിശകലനം ചെയ്യപ്പെടണം, വിമർശിക്കപ്പെടണം. പക്ഷെ അതെല്ലാം ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങളായിരിക്കണം. അദ്ദേഹത്തിന്റെ ഈ ഒരു തുടക്കം തന്നെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു തുടക്കമാണ്. കാണുന്ന ആരായാലും, ഇപ്പൊ ഒരു ലാലേട്ടൻ ഫാൻ ആയാലും അവരെയൊക്കെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ആക്ട് ആയിട്ട് എനിക്ക് ഇതിനെ തോന്നിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ജോലി അത് ഏതായാലും അതിനകത്തൊക്കെ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാനും റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. ഫിലിമിന് നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം. എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അതെന്റെ ഒപ്പീനിയൻ ആയിട്ട് ഞാൻ പറയുന്നു. അതിനകത്തൊന്നും യാതൊരു തെറ്റുണ്ടെന്ന് ഞാനും കരുതുന്നില്ല. പക്ഷേ ആ സിനിമയിൽ അഭിനയിച്ചവരെ ഓവറായിട്ട് കളിയാക്കുക, അത് അവർക്ക് ഇൻസൾട്ട് ആവുന്ന രീതിയിൽ കണ്ടിരിക്കുന്ന നമുക്കേ ഇറിറ്റേഷൻ തോന്നുന്നു. അത് അവരെ പരിഹസിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അത് അവർ കാണാൻ ഇടയായാലും അവർക്കും അത് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. സോ അവരെ എങ്ങനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്ന് തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ കാണാനായിട്ട് ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം നേരത്തെ ചെയ്ത റിവ്യൂസ്, ഇതേ കണക്ക് വേഷം കെട്ടി ചെയ്ത റിവ്യൂസ് ഒക്കെ ഒരുപാട് വ്യൂസ് പോയിട്ടുള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹം ഈ ഒരു രീതിയിൽ തന്നെ പിന്നെയും ചെയ്യുന്നത്. ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് ആ ഒരു ക്യാരക്ടറിനോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നി. കാരണം ലാലേട്ടന്റെ തന്നെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ കൂട്ടത്തിലേക്ക് ഞാൻ മലൈക്കോട്ടെ വാലിബൻ എന്ന ക്യാരക്ടർ ചേർത്ത് വെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം അതേപോലെയാണ് ഒരുപാട് നാൾക്ക് ശേഷം ആ ഒരു പഴയ ലാലേട്ടന്റെ ഈസിനെസ്, ആക്ടിങ്ങിലെ ഈസിനെസ് കാണാൻ പറ്റി, തിരിച്ചു കിട്ടി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും മറ്റൊരാൾ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് കോപ്രായം കാണിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഓക്കെ. അപ്പൊ എന്തായാലും അദ്ദേഹം പിന്നീട് ഈ ഒരു റിവ്യൂവിനകത്ത് പറയുന്നുണ്ട് ഈ ഒരു സിനിമ അദ്ദേഹം എടുത്തത് എങ്ങനെയാണ് അദ്ദേഹം എൻജോയ് ചെയ്തത് എന്നതിനെ കുറിച്ച് അദ്ദേഹം ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അങ്ങനെ സിനിമ തുടങ്ങി മനസ്സിലായി ഇത് LJPയുടെ പണ്ണലാണെന്ന് മനസ്സിലായി. അവിടെ നിന്ന് തുടങ്ങി ഇതാണ് പറയുന്നത്. LJP സിനിമയായിട്ട് പിന്നെ കണ്ടിട്ട് പോലും ഇതെന്തുവാണ് എടുത്തു വെച്ചിരിക്കുന്നത്, എന്താണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ. പിന്നീട് അങ്ങോട്ട് തിയേറ്ററിൽ ഞാൻ കണ്ടത് ഇത്രയും സംഭവങ്ങളൊക്കെ നടന്ന് ഇത് സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി. എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. ഞാൻ പിന്നെ ഇത് ആസ്വദിക്കാൻ ആരംഭിച്ചു. ഐ ചേഞ്ച് ദ ഗിയർ ടു ദ മലങ്കൾട്ട്. മലങ്കൾട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആനന്ദം, പരമാനന്ദം.
പിന്നീട് അങ്ങോട്ട് അവസാനം വരെ ഐ വാസ് നോട്ട് അലോൺ. എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ട വലിയൊരു തിയേറ്റർ ഞാൻ കണ്ട കിങ്സൈസ് തിയേറ്റർ ഞാൻ കണ്ടുള്ളത് ഓൾമോസ്റ്റ് 80% ആൾക്കാരും മലങ്കൾട്ടായിട്ട് ഈ പടം നന്നായിട്ട് ആസ്വദിക്കുന്നത്. കാരണം അതായത് അദ്ദേഹത്തിന്റെ സിനിമ ആസ്വാദനത്തെ ചുറ്റും കൂടിയിരുന്ന സറൗണ്ടിങ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പ്രതികരണം വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ സിനിമ കണ്ടപ്പോഴത്തേക്കും മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ കാണാൻ പോയപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്നവർ, അതായത് മോഹൻലാലിന്റെ ഫാൻ ഷോ ആയിരുന്നു, അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, എൻ്റെ ചുറ്റും ഇരുന്നവരൊന്നുമല്ല, എവിടെ നിന്നൊക്കെയോ ഒരു അശരീര പോലെ കുറെ ഡയലോഗ്സ് അതേ കണക്ക് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, നിർത്താതെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സീനിനെയും കൗണ്ടർ അടിക്കുക, അതൊക്കെ ഇതേപോലുള്ള ആക്ടൊക്കെ അദ്ദേഹത്തെ വളരെ ബാധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആസ്വാദനത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ആ ഒരു കാര്യം ഉണ്ടാക്കിയത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ അത് എന്നെ ആസ്വദിക്കാൻ വിടാതെ മറ്റൊരാൾ അങ്ങനെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അവരങ്ങ് തീരുമാനിക്കുകയാണ്, ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ അവരങ്ങ് തീരുമാനിച്ചു ആ ഒരു സിനിമ മോശമാണെന്ന്. ഇദ്ദേഹവും അത് തന്നെയാണ് പറയുന്നത്. ആദ്യത്തെ കുറച്ച് ഭാഗം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു ഈ ഒരു സിനിമ മോശമായിരിക്കുന്നത്, ഇനിയും ആ ഒരു രീതിയിൽ അങ്ങ് ആസ്വദിച്ച് പോകാമെന്ന്. സിനിമ ആദ്യത്തെ കുറച്ച് ഭാഗം കണ്ടിട്ട് സിനിമ മൊത്തത്തിൽ കൊള്ളത്തില്ലെന്ന് വിചാരിക്കുന്നത് അത് എന്ത് കഷ്ടമാണല്ലേ. ജോൾസൺ വല്ലതും ആണോ ക്ലൈമാക്സും സെക്കൻഡ് ഹാഫും ഒക്കെ മനസ്സിലാക്കി സിനിമ മൊത്തത്തിൽ മോശമായിരിക്കുമെന്ന് അറിയാനായിട്ട് പുള്ളിക്കാരൻ കബഡി നിരത്തുമായിരുന്നോ തിയേറ്ററിൽ ഇരുന്നിട്ട്? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. ഒരു സിനിമ കൊള്ളത്തില്ലയോ നല്ലതാണോ എന്നുള്ളൊരു ഡിസിഷൻ സിനിമയുടെ എൻഡ് അതുവരെ കണ്ടിട്ടല്ലേ അത് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. എത്രയോ സിനിമകൾ ഫസ്റ്റ് ഹാഫ് ഡൗൺ ആയി പോയിട്ട് സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ കൊണ്ടുവന്ന് എത്രയോ സിനിമകൾ, ഈവൻ ദൃശ്യം പോലും ഫസ്റ്റ് ഹാഫ് വരെ ഒന്ന് ഫ്ലാറ്റ് ആയിട്ട് പോയിട്ട് ഇന്റർവെല്ലോടെയാണ് ആ ഒരു സിനിമ തന്നെ അങ്ങ് ചേഞ്ച് ആയി പോകുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട ഒരു ദൃശ്യമേ അല്ലായിരുന്നു അല്ലേ. അപ്പൊ അത് കണക്ക് പല സിനിമകളും ഫസ്റ്റ് ഹാഫ് വളരെ ഫ്ലാറ്റ് ആയിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫ് ഏറി അങ്ങ് പോകുന്ന ഒരു സിനിമകൾ പല സിനിമകളും ഉണ്ട്. സോ ഒരു സിനിമയെ കുറച്ച് കണ്ടിട്ട് വിലയിരുത്തുന്നത്, പിന്നെ ആ ഒരു രീതിയിൽ ഒരു അദ്ദേഹം പറഞ്ഞ വാക്കായ മലം കൾട്ടായിട്ട് കാണുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും അവസാനം അദ്ദേഹം വേറൊരു വികൃതി കൂടെ കാണിക്കുന്നുണ്ട് ആ ഒരു വീഡിയോക്കകത്ത്. ഇത് ഈ അപരാധം ഇവിടെ അവസാനിക്കുന്നില്ല, ഇതിന് രണ്ടാം ഭാഗം വരുന്നുണ്ട്. ഈ ഒരു പടം അപരാധം, ഇനി ആ ഒരു അപരാധം കണ്ടിന്യൂ ചെയ്യുമെന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. പിന്നീട് കാണിക്കുന്നത് അതെ, ഞാൻ പറയില്ല, ആ ഒരു സിനിമയ്ക്കകത്തുള്ള ചെറിയൊരു സീക്വൻസ് ആണ് മലൈക്കോട്ടെ വാലിബൻ എങ്ങനെയാണെന്നും എത്രത്തോളം ആഹാരങ്ങളാണ് അദ്ദേഹം കഴിക്കുന്നതെന്നും ഒക്കെ അത് കാണിക്കാനായിട്ട് ഒരു ചെറിയ പാട്ട് സീനിനകത്ത് കാണിക്കുന്ന ചെറിയൊരു സീൻ അതുപോലും എടുത്തു വെച്ച് ട്രോളുമാണ്. മൊത്തത്തിൽ എനിക്ക് ഈ ഒരു റിവ്യൂ, അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു പോകുന്നതിനോട് എനിക്ക് യാതൊരു വിരോധമില്ല. കാരണം ഭീഷ്മപർവം എന്ന സിനിമ, അതേ കണക്ക് കാതൽ എന്ന സിനിമ ഒക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായത്തിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെടാത്ത സിനിമകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് അന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, പക്ഷെ ഇതേ രീതിയിൽ എന്റെ ദൈവം ഈ കൊതുവിനെ കൊണ്ട് ഓക്കെ, അപ്പം ഇതേ രീതിയിൽ ഒരു കോപ്രായം കാണിക്കുക, അത് ആ ഒരു ക്യാരക്ടറിനെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, അദ്ദേഹം ലാലേട്ടൻ നല്ല രീതിയിൽ ചെയ്തു വെച്ച ആ ഒരു ക്യാരക്ടറിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഇതേ രീതിയിൽ വേഷം കെട്ടി ഇരിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വല്ലാത്ത രീതിയിൽ കോപ്രായം കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലും. മിമിക്രി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത് വല്ലാത്ത പരിഹാസമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എന്തായാലും അശ്വന്ത് കൊക്കിന്റെ ഈ ഒരു റിവ്യൂവിലെ ഈ ഒരു രൂപം കണ്ടിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്, മലയാളത്തിന്റെ സ്റ്റാർ റിവ്യൂവർ അവതരിച്ച അപരാധം, അതാണ് അശ്വന്ത് കൊക്കിന്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന ഈ ഒരു റിവ്യൂവിലെ ഈ ഒരു രൂപം.